അവിടെ മഴ പെയ്താൽ ഇവിടെ കൊടപിടിച്ച് നടക്കുന്ന ആളല്ല. മോസ്കോയിൽ മഴ പെയ്താൽ തിരുവനന്തപുരത്ത് കൊടപിടിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. രണ്ടാം ലോക മഹായുദ്ധകാലത്തേക്കൊക്കെ പോയി പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ടൊരു വാചകം പറഞ്ഞു, സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷമായിരുന്നു, പിന്നീട് ബ്രിട്ടന്റെ കൂടെ കൂടിയെന്ന്. അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, 1939 സ്റ്റാലിൻ ഹിറ്റ്ലർ പാക്ട് ഉണ്ട്, അറിയാമോ? ഹിറ്റ്ലർ ഈ പണി തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. ആളുകളെ കൊല്ലാൻ, ജൂതന്മാരെ കൊല്ലാൻ, എതിരാളികളെ കൊല്ലാൻ ഗ്യാസ് ചേമ്പർ തുടങ്ങി, നാട്ടുകാരെല്ലാം നാട് കടത്തി, എല്ലാം ആളുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന സ്റ്റാലിൻ ഹിറ്റ്ലറുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. 1939 ഹിറ്റ്ലർ സ്റ്റാലിൻ പാക്ട്. അന്ന് സോവിയറ്റ് യൂണിയൻ പറയുന്നത് നിങ്ങൾ കേൾക്കുള്ളൂ, സ്റ്റാലിൻ പറയുന്നത് കേൾക്കുള്ളൂ. കേരളത്തിൽ അങ്ങ് ചെറിയ പ്രായത്തിലായിരിക്കും, പക്ഷെ കേരളത്തിലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ സ്റ്റാലിൻ പറയണ കേൾക്കുള്ളൂ. സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെയാണെങ്കിൽ ഹിറ്റ്ലറുടെ കൂടെയായിരുന്നു. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും പ്രവർത്തകരും എടുത്ത തീരുമാനങ്ങളെല്ലാം ഹിറ്റ്ലറുടെ കൂടെ. കാരണം എന്താ? വലിയ യജമാനൻ സ്റ്റാലിൻ ഹിറ്റ്ലറുടെ കൂടെ നിൽക്കുന്നു. പിന്നെ ഹിറ്റ്ലർക്ക് ഈ സ്ഥിരതയില്ലാത്തതുകൊണ്ട് അറിയാലോ, ഹിറ്റ്ലറുടെ സ്വഭാവം അറിയാലോ. 41 ആയപ്പോ ഹിറ്റ്ലർ കയറി റഷ്യ ആക്രമിച്ചു, മോസ്കോ ആക്രമിച്ചു. അതാണ് അപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ നിഷ്പക്ഷ നിലപാടല്ല, ഹിറ്റ്ലറുടെ കൂടെ ഉണ്ടായിരുന്ന നിലപാട് മാറ്റി നേരെ ഇപ്പുറത്ത് ഈ അലയൻസിന്റെ കൂടെ കൂടുന്നത്. അപ്പൊ നിങ്ങൾ മാറി, അത് കറക്റ്റാണ്. അപ്പൊ മാറി. സ്റ്റാലിൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ മാറാതിരിക്കാൻ പറ്റുമോ? അവിടെ മഴ പെയ്താൽ ഇവിടെ കൊടപിടിച്ച് നടക്കുന്ന ആളല്ല. മോസ്കോയിൽ മഴ പെയ്താൽ തിരുവനന്തപുരത്ത് കൊടപിടിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. പിന്നെ രാജ്യത്തെ ഭയങ്കരമായി സ്നേഹിച്ചു കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടൊരു ജനാധിപത്യ ഭരണകൂടം ഉണ്ടായി ഇന്ത്യയിൽ 1947-48. നിങ്ങളെടുത്ത തീരുമാനം എന്താ? കൽക്കട്ട തീസിസ്. എന്താ തീരുമാനം? നാട് മുഴുവൻ അട്ടിമറിക്കാൻ, പാവപ്പെട്ടവൻ സഞ്ചരിച്ചിരുന്ന ട്രെയിനുകൾ അട്ടിമറിക്കാൻ, ബോംബ് വെച്ച് അട്ടിമറിക്കാൻ, സായുധ വിപ്ലവം നടത്തി ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റിനെ ഇല്ലായ്മ ചെയ്യാൻ രാജ്യം മുഴുവൻ അക്രമം അഴിച്ചുവിട്ട് സ്വതന്ത്ര ഇന്ത്യയുടെ ബാലാധിഷ്ഠതകളിൽ നിന്ന് വിങ്ങുമ്പോൾ ഒരു 2 നേരം പോലും ഭക്ഷണം കൊടുക്കാൻ നിവർത്തിയില്ലാതെ ബ്രിട്ടീഷുകാർ ചവിട്ടിമരിച്ച ഒരു രാജ്യത്ത് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ലോകത്തിന്റെ മുന്നിൽ ഭിക്ഷാപാത്രവുമായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൈ നീട്ടി നിൽക്കുമ്പോൾ, TL-480 എന്ന് പറയുന്ന ധാന്യം വരുന്ന കപ്പലുകൾക്ക് വേണ്ടി ഈ രാജ്യം കാത്തിരിക്കുമ്പോൾ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പ്രയാസപ്പെടുമ്പോൾ, വിദ്യാഭ്യാസം കൊടുക്കാൻ, ആരോഗ്യം കൊടുക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാലത്ത് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തെ കുറിച്ച് ദയവേത് പറയും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം, രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചത്.